കോർപ്പറേഷനു വേണ്ടി ഗാർബേജ് ഓട്ടോറിക്ഷകൾ നിർമ്മിച്ച കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിയിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച 30 ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായാണ് പോളിടെക്നിക്കിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അസംബ്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ മികച്ച തൊഴിൽ നൈപുണ്യമുള്ളവരായി മാറുന്നതിന് മികച്ച ഉദാഹരണമാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിലേത്. വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നടപ്പിലാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായാണ് പൂർണ്ണമായും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോളിയിൽ ഈ ഓട്ടോ അസംബ്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടമായി കോഴിക്കോട് കോർപ്പറേഷന്റെ ഖരമാലിന്യ ശേഖരണത്തിനായി വിദ്യാർത്ഥികൾ നിർവഹിച്ച 30 ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ കൂടുതൽ കർമ്മശേഷി ആർജിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്നുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൽ വലിയ സംഭാവന ചെയ്യാൻ ഈ ഒരു പദ്ധതിക്ക് സാധിക്കുമെന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി ഇത്രയധികം ഓട്ടോറിക്ഷകൾ പുറത്തിറങ്ങുന്നത്. ആക്സിയോൺ എന്ന കമ്പനിയുമായി സഹകരിച്ചാണ് ക്യാമ്പസിൽ അസംബ്ലിംഗ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യ ക്യാമ്പസ് ഇലക്ട്രിക് 3 വീലർ അസംബ്ലിംഗ് യൂണിറ്റാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ പോളിയിലേത്. പദ്ധതിയുടെ അടുത്ത ഘട്ടമായി 45ലധികം വരുന്ന ഓട്ടോറിക്ഷകൾ ഉടൻ പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാമും വിദ്യാർത്ഥികളും. സിയാദ് ഷംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.